എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ഇപ്പൊ മാസ്റ്റർ ഓഷിക്കും മാർഷൽ ആർട്സ് മാനും ആ കുഞ്ഞു പയ്യനും അവർക്ക് 3 പേർക്കും ആ ഒരു ഡ്രാഗൺ ബോൾ അത് കിട്ടുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ ആ ഡ്രാഗൺ ബോൾ എടുത്ത് അവിടുന്ന് കടന്നു വരാനായിട്ട് ശ്രമിക്കും. പക്ഷെ ആ വലിയ പാറ അതൊന്ന് ഇടിച്ച് കയ്യിൽ നിന്ന് ആ ഡ്രാഗൺ ബോൾ നഷ്ടപ്പെട്ടു പോകും. അതേസമയം ഇവിടെ ഗോക്കു ആണെങ്കിൽ മൊട്ടപ്പനെ ഇല്ലാതാക്കിയ ആ മെയിൻ മോൺസ്റ്ററിനെ അതിനെ വെല്ലുവിളിക്കുകയാണ്. ഗോക്കുവിന്റെ വെല്ലുവിളിയും ധൈര്യമൊക്കെ കണ്ട് ആ മോൺസ്റ്റർ ആണെങ്കിൽ ആളുടെ കോട്ടൊക്കെ ഊരി ഗോക്കുവിനെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. അർദ്ധപ്രാണനായി താഴെ വീണ ഗോക്കു ആണെങ്കിൽ അവന്റെ മുഴുവൻ പവർ ഉപയോഗിച്ച് കാമേ പവർ ക്രിയേറ്റ് ചെയ്ത് ആഞ്ഞടിക്കും. പക്ഷേ അത്രയും വലിയ പവർ ഉപയോഗിച്ചിട്ടും ആ മോൺസ്റ്ററിനാണെങ്കിൽ യാതൊരു കുലുക്കവുമില്ല. ഇത് നിന്റെ അവസാനത്തെ നിമിഷങ്ങളാണെന്ന് പറഞ്ഞ് മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ ഗോക്കുവിന് നേരെ വരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ഇപ്പൊ സമയം അങ്ങനെ കടന്നു പോവും. ബീസ്റ്റ് വില്ലൻ പിലാവും അവന്റെ ടീംസും അവരാണെങ്കിൽ താഴേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണെങ്കിൽ മേഘം അങ്ങനെ കറുത്തിരണ്ട് മഴ പെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ ഒരുപാട് അടി കിട്ടിയൊക്കെ കിട്ടിയ ഗോക്കു ആണെങ്കിൽ ഇപ്പൊ ആ മോൺസ്റ്ററിനോട് ചോദിക്കും, സത്യത്തിൽ നിനക്ക് എന്താ വേണ്ടേ? അതിനവൻ പറയും, നിന്നെ പോലുള്ള വേസ്റ്റ് ആയിട്ടുള്ള മനുഷ്യരുടെ ഇവൻ എനിക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ആ ഡ്രാഗൺ ബോളും അതും എനിക്ക് വേണം. അതിന് ഗോക്കു ആണെങ്കിൽ തീർത്തു പറയും, ഇത് രണ്ടും ഒരു കാരണവശാലും നിനക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. ആ മോൺസ്റ്റർ ആണെങ്കിൽ ഗോക്കുവിനെ വീണ്ടും ഒരു പാറയിലേക്ക് വലിച്ചെറിയും. പിന്നീട് അവന്റെ ഫുൾ പവർ അതങ്ങനെ അവന്റെ ബോഡിയിലേക്ക് കൊണ്ടുവരികയാണ്. ഗോക്കു ആണെങ്കിൽ അവനെ വെല്ലുവിളിച്ച് കണ്ണടച്ചങ്ങനെ ശാന്തമായിട്ട് നിൽക്കും. ഇവിടെ ആ മോൺസ്റ്റർ ആണെങ്കിൽ അവന്റെ ഫുൾ പവർ അക്യുമുലേറ്റ് ചെയ്ത് ഗോക്കുവിന് നേരെ നോക്കുകയാണ്. ആ അസിസ്റ്റന്റിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. പിലാഫിനോടും ടീമിനോടും മാസ്റ്റർ ബീസ്റ്റിന്റെ പവറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ ആ മാസ്റ്റർ ബീസ്റ്റ് അതാണെങ്കിൽ മാസ്റ്റർ മോൺസ്റ്റർ അതാണെങ്കിൽ ഇപ്പോൾ ഒരു പവർ എടുത്ത് ഗോക്കുവിന് നേരെ ആഞ്ഞടിക്കും. ഗോക്കു ജസ്റ്റ് മിസ്സിന് ആ പവറിൽ നിന്ന് എസ്കേപ്പായി ഇപ്പോൾ അവനെ പഞ്ച് ചെയ്യാനായിട്ട് നല്ല ഫോഴ്സിൽ അവന് നേരെ പറന്നു വരികയാണ്. പക്ഷെ അടുത്ത നിമിഷം ആ മോൺസ്റ്റർ ആണെങ്കിൽ അതേ പവർ തന്നെ ഗോക്കുവിന്റെ ദേഹത്തേക്ക് ആഞ്ഞൊരടി. ആ ഒരു അടിയിൽ ഗോക്കു ആണെങ്കിൽ പൂർണ്ണമായിട്ടും ഡിസ്ട്രോയ് ആവുകയാണ്. അവന്റെ ഹാർട്ട് ബീറ്റ് അങ്ങനെ കൂടി വന്ന് നിലച്ച് അവൻ താഴേക്ക് അങ്ങനെ അടിച്ചു വീഴും. ഗോക്കുവിനാണെങ്കിൽ ഇപ്പൊ അനക്കമില്ല. നല്ല ഫോഴ്സിൽ മഴ പെയ്യുന്നുണ്ട്. ഇവിടെ ഉണ്ടപ്പനാണെങ്കിൽ ആ കാഴ്ച കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. ആ മോൺസ്റ്റർ ഗോക്കുവിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ ഹാർട്ട് ടച്ച് ചെയ്യും. ഇവന്റെ ഹാർട്ട് കോൾഡായി. അങ്ങനെ നുണുങ്ങു പയ്യന്റെ കഥയെ ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞ് അവൻ ആ ഡ്രാഗൺ ബോൾ ഇപ്പൊ ഗോക്കുവിന്റെ കഴുത്തിൽ നിന്ന് പറിച്ചെടുക്കും. ഇതെനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. അസിസ്റ്റന്റിനാണെങ്കിൽ ഭയങ്കര രോമാഞ്ചം. വീണ്ടും എന്റെ മജസ്റ്റിയുടെ വലിയൊരു പവർ കാണാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറയും. ഇവിടെ മെയിൻ മോൺസ്റ്റർ ആണെങ്കിൽ പറന്നു വന്ന് അവരുടെ ഷിപ്പിൽ ലാൻഡ് ചെയ്യുകയാണ്. നമുക്ക് എത്രയും വേഗം ബാക്കിയുള്ള ഡ്രാഗൺ ബോളും കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ആളകത്തേക്ക് പോവും. അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പോൾ ആളുടെ പവറിനെ കുറിച്ച് വർണ്ണിക്കും. വാവ്, സത്യത്തിൽ നിങ്ങളുടെ പവർ അത് വളരെ വലുതാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇംപ്രസ്ഡ് ആയെന്ന് പറയും. ലാഫ് ആണെങ്കിൽ ഇപ്പോൾ അസിസ്റ്റന്റിനോട് ചോദിക്കും, നിങ്ങളുടെ മാസ്റ്ററിന്റെ പവർ അത് ഇത്രയും കൂടുതലാണോ? അതിന് അസിസ്റ്റന്റ് പറയും, ഇത് ജസ്റ്റ് സാമ്പിൾ മാത്രമാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പവർ ഇതല്ല. എന്നിട്ട് പിലാഫും ടീമും ഷോക്ക് ആവുകയാണ്. ആ സ്പേസ് ഷിപ്പ് ആണെങ്കിൽ അവിടുന്ന് അങ്ങനെ ദൂരേക്ക് മാഞ്ഞു പോവും. അതേസമയം ഉണ്ടപ്പൻ അവൻ പേടിയോടുകൂടെ അതങ്ങനെ നോക്കുകയാണ്. ഉണ്ടപ്പനാണെങ്കിൽ നടന്ന് ഇപ്പൊ ഗോക്കുവിന്റെ അടുത്തേക്ക് വരും. ഐ എം സോറി, സത്യത്തിൽ നിന്റെ സ്ഥാനത്ത് മരിക്കേണ്ടത് ഞാനാണ്. എന്റെ മരണം ഏറ്റുവാങ്ങിയത് അത് നീയാണ്. അതല്ല എങ്കിൽ നിന്നെ ഏൽപ്പിച്ചു തന്നത് ഞാനാണ്. ആ പിഫലോ മോൺസ്റ്ററിന്റെ പവർ അതെനിക്ക് നന്നായിട്ട് അറിയാം. ആർക്കും മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഗോക്കുവെ സൂക്ഷിച്ചു നോക്കും. അടുത്ത നിമിഷം ഗോകുൽ ഒരു ചെറിയ അനക്കം അതവൻ കാണുകയാണ്. അവനാണെങ്കിൽ ഗോക്കുവിന് ഹാർട്ട് ബീറ്റ് ഉണ്ടോ ചെക്ക് ചെയ്യും. അവന്റെ ഹാർട്ട് ബീറ്റ് അതങ്ങനെ മൈന്യൂട്ടായിട്ട് കൂടി വരികയാണ്. അവനാണെങ്കിൽ ഇപ്പൊ ഗോക്കുവിന്റെ ഹാർട്ടിൽ പ്രസ് ചെയ്ത് അവനെ എഴുന്നേൽപ്പിക്കും. പാതി ബോധത്തോടെ ഇപ്പൊ ഗോക്കു ആണെങ്കിൽ അവനോട് പറയും, എനിക്ക് ദാഹിക്കുന്നു, വെള്ളം വേണം. ഒരു കുഴപ്പമില്ല, നിനക്ക് ഞാൻ വെള്ളം തരാമെന്ന് പറഞ്ഞ് ഉണ്ടപ്പനാണെങ്കിൽ ഗോക്കുവെ താങ്ങിയെടുത്ത് നദിക്കരയിലേക്ക് കൊണ്ടുവരും. ഗോക്കു ആണെങ്കിൽ ആർത്തിയോടുകൂടെ വെള്ളം അങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഉണ്ടപ്പനാണെങ്കിൽ ഗോക്കുവിനോട് പറയും, നീ ഫൈറ്റ് ചെയ്തത് ആ പിഫലോയോടാണ്. ആദ്യമായിട്ടാണ് അവരോട് ഫൈറ്റ് ചെയ്ത ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. എനിക്കിത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അതിന് ഗോക്കു പറയും, ഞാൻ ഇത്രയും പവറുള്ള ഒരാളുമായിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല. ഞാൻ കരുതിയതിലും ഒരുപാട് പവർ അവന് കൂടുതലാണ്. പക്ഷേ ഞാൻ എൻ്റെ ഹോപ്പ് അത് വിട്ടുകൊടുക്കില്ല. കാടിന് നടുക്ക് വലിയൊരു ടവറുണ്ട്, എനിക്ക് അവിടേക്ക് പോകണം. നിനക്ക് വിരോധമില്ലെങ്കിൽ അവിടെ എത്തിക്കാൻ കഴിയോ? ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനുണ്ടപ്പം പറയും, യാതൊരു കുഴപ്പമില്ല, നിനക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ മാസ്റ്ററും മാർഷൽ ആർട്സ് മാനും കുഞ്ഞിപ്പയ്യനും അവർ 3 പേരും ആ ഡ്രാഗൺ ബോൾ അത് അന്വേഷിച്ച് കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് നേരം അന്വേഷിച്ചതിന് ശേഷം അഞ്ചാമത്തെ ഡ്രാഗൺ ബോൾ അതിപ്പോൾ ആ കുഞ്ഞിപ്പയ്യന് കിട്ടും. അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി ആ ഡ്രാഗൺ ബോൾ കാണിച്ചു കൊടുക്കും. അവർക്കാണെങ്കിൽ ഭയങ്കര ആശ്വാസം. ഇനി 2 ഡ്രാഗൺ ബോൾ മാത്രമാണ് ബാക്കിയുള്ളത്. അത് എത്രയും വേഗം കണ്ടെത്തണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ആ റഡാർ ചെക്ക് ചെയ്യും. അപ്പോൾ അവർ കാണും ആ 2 ഡ്രാഗൺ ബോളും ഇപ്പോൾ ഒരേ സ്ഥലത്ത് നിന്ന് അവരെ ലക്ഷ്യമാക്കി അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ മാർഷൽ ആർട്സ് മാനും മാസ്റ്ററിനും കുഞ്ഞിപ്പയ്യനും അവർക്ക് 3 പേർക്കും മനസ്സിലാവും ആ മോൺസ്റ്ററിന്റെ കയ്യിലാണ് ആ 2 ഡ്രാഗൺ ബോളും ഉള്ളത്. മാത്രമല്ല ബാക്കിയുള്ള 5 കളക്ട് ചെയ്യാനും നമ്മളെ ഇല്ലാതാക്കാനും
അവര് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പോൾ നമ്മുടെ റോഷി മാസ്റ്ററും ടീമും അവരാണെങ്കിൽ ആയിട്ട് കടന്നു വരുന്ന അവരുടെ നേർക്ക് ഇപ്പോൾ അവരുടെ ഷിപ്പ് തിരിക്കുകയാണ്. അതേസമയം ഓപ്പോസിറ്റ് സൈഡ് മോൺസ്റ്ററും ബീസ്റ്റൺ ടീമും ആണെങ്കിൽ ഇപ്പോൾ ആ ഒരു ഗ്ലോബിൽ നോക്കി മോൺസ്റ്ററിനോട് പറയും അവർ നമ്മുടെ അടുത്തേക്കാണ് വരുന്നത് ഈ ഡ്രാഗൺ ബോൾ അത് പിടിച്ചെടുക്കാനായിട്ട്. അത് കേട്ട് മോൺസ്റ്റർ ചിരിക്കും. തീർച്ചയായിട്ടും അവരുടെ സമയം അടുത്തിരിക്കുകയാണ്. ഞാൻ ഒട്ടും തന്നെ കഷ്ടപ്പെടാതെ ആ 5 ഡ്രാഗൺ ബോൾ നേടി മൊത്തം 7 ഉപയോഗിച്ച് എൻ്റെ വിഷ് അത് ഞാൻ നേടിയെടുക്കുമെന്ന് പറഞ്ഞ് അവനും കേട്ടിരിക്കുകയാണ്. ഇവിടെ മാസ്റ്റർ റോഷി ആണെങ്കിൽ ഒരു ബമ്പർ ട്വിസ്റ്റ് കൊടുക്കും. നമ്മുടെ ഫസ്റ്റ് വിഷ് അത് മൊട്ടപ്പനെ തിരികെ കൊണ്ടുവരിക എന്നതല്ല, ആ ഒരു മോൺസ്റ്റർ അവനെ ഇല്ലാതാക്കുക എന്നതാണ്. നമുക്ക് ആർക്കും ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആ 7 ഡ്രാഗൺ ബോളും ചേർത്ത് വെച്ച് ഡ്രാഗനെ സമൻ ചെയ്യണം. ഡ്രാഗനോട് നമ്മുടെ വിഷായി ആ ഒരു മോൺസ്റ്ററിനെ ഇല്ലാതാക്കാനായിരിക്കും ഞാൻ ആവശ്യപ്പെടാൻ പോകുന്നത്. അത് കേട്ട് ഇപ്പോൾ മാർഷൽ ആർട്സ് മാനും അതിനൊക്കെ പറയും. ഈ സമയം ഇവിടെ ഗോക്കുവിനെയും ഉണ്ടപ്പനെയും കാണിക്കും. അവർ രണ്ടുപേരും കാറിൽ അങ്ങനെ ചേറി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ഇപ്പോൾ ഉണ്ടപ്പനോട് പറയും, എനിക്ക് അത്ഭുതം തോന്നുന്നു, ഇതിലൊന്നുമില്ലാന്ന് അറിഞ്ഞിട്ടും നീ ഇപ്പം എന്നെ സഹായിക്കുകയാണല്ലോ. അതിനവൻ പറയും, ഇപ്പം എനിക്ക് എന്തോ നിന്നോട് വല്ലാത്തൊരു ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നുന്നു. സോ നിന്നോടൊപ്പം ഞാനും ഉണ്ട്. ഇനി നിനക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് പോവേണ്ടത്? അതിന് ഗോക്കു ആണെങ്കിൽ ലെഫ്റ്റ് എന്ന് പറയും. അവനാണെങ്കിൽ ലെഫ്റ്റിലേക്ക് അങ്ങനെ ചവിട്ടി വിടുകയാണ്. വാവ്, എനിക്ക് നിന്റെ കാർ ഒത്തിരി ഇഷ്ടമായി. അതിനുണ്ടപ്പം പറയും, എനിക്ക് ഈ കാർ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് വർഷങ്ങൾക്ക് മുൻപ് അടിച്ചു മാറ്റിയത്. അതിരിക്കട്ടെ, നീ എങ്ങനെയാണ് ആ ഒരു മോൺസ്റ്ററിനോട് പേടിയില്ലാതെ ഫൈറ്റ് ചെയ്തത്? ഇപ്പം മുതലേ ഞാൻ കേട്ടു വളർന്ന ഒരു നൈറ്റ് മെയർ ആണ് അവന്റെ സ്റ്റോറി. അവനെ നേരിൽ കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഭയപ്പെടാനായിട്ട് തുടങ്ങും. ഗോക്കു ആണെങ്കിൽ ആ സ്റ്റോറി എന്താണെന്ന് ചോദിക്കും. അതിന് ആ ഉണ്ടപ്പം പറയും, ഞങ്ങൾക്ക് മുൻപ്, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഈ മോൺസ്റ്റർ ഈ ലോകത്തുണ്ടായിരുന്നു. ഇവിടെയുള്ള ജനങ്ങളെ എല്ലാവരെയും അത് ഉപദ്രവിച്ചിരുന്നു. ആ സമയം സീനിയർ ആയിട്ടുണ്ടായിരുന്ന ഒരു മാർഷൽ ആർട്സ് മാസ്റ്റർ ആളാണ് ആളുടെ പവർ ഉപയോഗിച്ച് അതിനെ ഒരു ബോക്സിനകത്ത് സമൻ ചെയ്ത് കടലിലേക്ക് എറിഞ്ഞത്. ഇപ്പോൾ അത് തിരികെ വന്നിരിക്കുകയാണ്. ആ മോൺസ്റ്റർ ആണെങ്കിൽ ഗ്ലോബിലേക്ക് തന്നെ കണ്ണു നട്ടിരിക്കുകയാണ്. വാവ്, നമ്മൾ ഓൾമോസ്റ്റ് തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ആ 5 ഡ്രാഗൺ ബോളും എൻ്റെ കയ്യിലെത്താൻ സമയമായിരിക്കുകയാണ്. ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ പില്ലേഴ്സിന് ഇടയിലായിട്ട് ഇപ്പോൾ ആ ഒരു ഷിപ്പ് നിർത്താനായിട്ട് പറയും. അത് കേട്ട് മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ കറക്റ്റായിട്ട് അവിടെ നിർത്തുകയാണ്. അവർ 3 പേരും പുറത്തേക്ക് ഇറങ്ങി വരും. മാസ്റ്റർ ആണെങ്കിൽ ഞൊട്ടിയിടയിൽ അവിടെ ചെറിയൊരു കുഴി ക്രിയേറ്റ് ചെയ്യും. ആ ഡ്രാഗൺ ബോൾസ് എല്ലാം അതിൽ നിക്ഷേപിക്കാനായിട്ട് പറയും. അതിനുശേഷം അവരുടെ ഫ്ലൈറ്റ് അതിപ്പോൾ ക്യാപ്സ്യൂളാക്കി മാറ്റുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ അവരോട് 2 പേരോടും ചില കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം പറഞ്ഞു കൊടുക്കും. അവരേത് നിമിഷം വേണമെങ്കിലും ഇവിടേക്ക് എത്താം. നമ്മൾ 3 പേരും 3 ഭാഗത്തും മറഞ്ഞു നിൽക്കണം. ഡ്രാഗൺ ബോൾ അന്വേഷിക്കുന്ന ഗ്യാപ്പിൽ അവരുടെ കയ്യിലുള്ള 2 ഡ്രാഗൺ ബോൾ അതെങ്ങനെയെങ്കിലും തട്ടിയെടുത്ത് നമ്മൾ ആ ഡ്രാഗനെ അതിനെ സമൻ ചെയ്യുന്നു. നമ്മുടെ വിഷ് അത് പറയുന്നു. ആർക്കും അതിൽ യാതൊരു ഡൗട്ടും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ 3 പേരും ഇപ്പോൾ ഒളിക്കാനായിട്ട് 3 ഭാഗത്തേക്ക് പോവാണ്. ഇവിടെ ആ വില്ലനും ടീമും ആണെങ്കിൽ ഓൾമോസ്റ്റ് അവിടേക്ക് എത്തിക്കഴിഞ്ഞു. മാസ്റ്ററും ടീമും ആണെങ്കിൽ ഇവിടെ ഹൈഡ് ചെയ്ത് നിൽക്കുകയാണ്. അതേസമയം അവരാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്തിന്റെ തൊട്ട് മുകളിൽ എത്തിക്കഴിഞ്ഞു. അവരാണെങ്കിൽ സ്പേസ് ഷിപ്പ് അത് താഴേക്ക് കൊണ്ടുവരില്ല. മാസ്റ്റർ റോഷി ആണെങ്കിൽ കുഞ്ഞു പയ്യനോടും മാർഷൽ ആർട്സ് മാനോടും പറയും, അവരെല്ലാം കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യാണ്. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. അപ്പോൾ ഇവിടെ ആ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ ചുറ്റും നോക്കും. അവർ മറഞ്ഞു നിൽക്കുകയാണ്. അവർ എന്തോ ഒരു പ്ലാൻ കാര്യമായിട്ട് കരുതിയിട്ടുണ്ട്. നമ്മുടെ ഈ ഡ്രാഗൺ ബോൾ അടിച്ചു മാറ്റാനായിരിക്കും അവർ ശ്രമിക്കുക. സോ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ആ 2 ഡ്രാഗൺ ബോൾസും അങ്ങനെ വിഴുങ്ങും. അത് കണ്ട് ഇവിടെ മാർഷൽ ആർട്സ് മാനും നമ്മുടെ മാസ്റ്ററും അവർ 2 പേരും സ്നൗവാണ്. മാസ്റ്റർ റോഷിക്കാണെങ്കിൽ കൺട്രോൾ പോവും. ഓ നോ, നമ്മുടെ പ്ലാനൊക്കെ തന്നെ തകർന്നിരിക്കുകയാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ രണ്ടാമോ ചിന്തിക്കില്ല. അവന് ഡ്രസ്സ് അഴിച്ച് ചെയ്യാനായിട്ട് റെഡിയാവും. മാസ്റ്റർ ആണെങ്കിൽ അവനോട് പറയും, ഒരു കാരണവശാലും നീ കളത്തിലിറങ്ങാൻ പാടില്ല, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്യും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ വാശി പിടിക്കും, ഇല്ല, മാസ്റ്ററിനെ ഒരിക്കലും ഒറ്റയ്ക്ക് ഞാൻ അവിടേക്ക് പറഞ്ഞയക്കില്ല, അവനോട് ഫൈറ്റ് ചെയ്യണം, അതെന്റെ ആവശ്യമാണ്. അതിന് മാസ്റ്റർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് നീ നിന്റെ മാസ്റ്ററിനെ ഒബേ ചെയ്യണമെന്ന് പറഞ്ഞ് അവനെ തുറച്ചു നോക്കും. അവനാണെങ്കിൽ വീണ്ടും നിർബന്ധം പിടിക്കും. അതുകൊണ്ട് മാസ്റ്റർ പറയും, എനിക്കറിയാം എന്നെക്കുറിച്ചുള്ള കൺസേൺ ആണ് നിന്റെ പ്രശ്നമെന്ന്, എനിക്കൊന്നും വരില്ല, എന്നെ സേഫാക്കി വെക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞ് സ്പ്രേ എടുത്ത് അവന്റെ മുഖത്തേക്ക് അടിക്കും. അടുത്ത നിമിഷം അവൻ അൺകോൺഷ്യസ് ആയിട്ട് താഴേക്ക് വീഴുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ അവനെ സേഫാക്കി ഒരു ഭാഗത്ത് വെക്കും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവനെ തകർക്കാൻ നീ മാത്രമേ ബാക്കിയുള്ളൂ. എന്റെ വില്ല് എനിക്ക് ഇഷ്ടമായി, പക്ഷേ നിന്റെ ട്രെയിനിങ് അത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞ് മാസ്റ്റർ പുറത്തേക്ക് വരും. പിന്നീട് കുഞ്ഞിപ്പയ്യനോട് വിളിച്ചു പറയും, നമ്മുടെ പ്ലാനിൽ ചെറിയ മാറ്റമുണ്ട്, ഒരു കാരണവശാലും നീ പുറത്തു വരരുത്. ഇതിനാ കുഞ്ഞിപ്പയ്യനും ഒക്കെ പറഞ്ഞ് അവനും മറഞ്ഞു നിൽക്കുകയാണ്. മാസ്റ്റർ റോഷി ആണെങ്കിൽ ഇപ്പൊ ആ വിമാനത്തിന്റെ താഴേക്ക് വന്ന് ആ മോൺസ്റ്ററിനെ വെല്ലുവിളിക്കുകയാണ്. അത് കേൾക്കേണ്ട താമസം അവൻ താഴേക്ക് വന്ന് അവർ 2 പേരും ഫേസ് ടു ഫേസ് നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.